ബിഗ് ബോസും കഴിഞ്ഞ് അടുത്ത സീസൺ തുടങ്ങാനുള്ള സമയമായി. എന്നിട്ടും അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ആൾക്കാർക്ക് പരസ്പരം തല്ലുന്ന പരിപാടി നിർത്താറായിട്ടില്ല. അനീഷും അനുമോളും മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു അവാർഡ് പരിപാടി, വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ പിടിച്ച് അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയത്തില്ല. ആ ഒരു പ്രോഗ്രാമിൽ അനീഷിന് അവാർഡ് കൊടുത്തിരുന്നത് അനുമോളും നടി പ്രിയങ്കയായിരുന്നു. ആ സമയത്ത് അനീഷിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവാർഡൊക്കെ മേടിച്ച് ചിരിച്ച് സംസാരിച്ച് പോയ അനീഷ് വീട്ടിലെത്തിയപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദ ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ. അനുമോളെ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഗെയിം ഷോയിലൂടെ തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ 100 ദിവസം അനീഷിൻ്റെ കൂടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ആര്? അനുമോള്. അതിൻ്റെ ടൈറ്റിൽ വിന്നറാണ് അനുമോള്. എന്തുകൊണ്ട് അനീഷിന് അത് പറയാൻ പറ്റുന്നില്ല? അതാണ് ഇവിടെ ആൾക്കാർ ചോദിക്കുന്നത്. ഈ ഒരു നറേഷൻ കൊടുക്കുന്നതിന് പകരം അങ്ങനെ കൊടുക്കാമായിരുന്നല്ലോ, ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ബിഗ് ബോസിലുണ്ടായിരുന്ന അനുമോള് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കൊടുത്തില്ല? അതാണ് ഇവിടെ ആൾക്കാരുടെ ചോദ്യം വരുന്നത്. ഇത് അനുമോള് കാണുകയും അനുമോൾ ഒരു സ്റ്റോറി ഇടുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഞാൻ വായിച്ചുതരാം. ജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ചു നിൽക്കും. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ബിഗ് ബോസിൽ കയറിയിട്ട് കപ്പടിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം വാശിയൊക്കെ പുറത്തിറങ്ങി പരസ്പരം ചളി വാരി എറിഞ്ഞ് തീർക്കുന്ന ആൾക്കാരുണ്ട്. ഒരാളുടെ മൂല്യം കുറച്ചെഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറിച്ചെഴുതാൻ ആരായാലും കഴിയില്ല. ഇവിടെ ഇപ്പോൾ അനീഷ് അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം എല്ലാ ആൾക്കാരും മറന്ന് ബിഗ് ബോസിൻ്റെ വഴിക്കും വിട്ടെടുത്തുനിന്ന് വീണ്ടും ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് പൊക്കിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും. പക്ഷേ സത്യമായ കഴിവ് ഒരാളുടെ വാക്കുകളിലല്ല, ആളുകളുടെ മനസ്സിലാണ് തെളിയുന്നത്. ആൾക്ക് ജനങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ PR വർക്ക് അതും വേറെ ഉണ്ടായിരുന്നു. PR വർക്ക് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. PR വർക്ക് ഉണ്ടായിരുന്നു. ആ ബിഗ് ബോസിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും PR വർക്ക് ഉണ്ടായിരുന്നു, ഒരാളൊഴിയാതെ. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരായാലും കഴിയില്ല. അനുമോള് ജയിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങിയ മണ്ടന്മാർ തിരിച്ച് അതിൻ്റെ അകത്ത് കയറി പ്രശ്നമുണ്ടാക്കി അനുമോളെ ഒറ്റപ്പെടുത്തി. അതുവഴിയാണ് അനുമോൾക്ക് ഇത്ര വോട്ട് കിട്ടിയതും അനുമോൾ ജയിച്ചതും. അതിനുള്ള കാരണം ഈ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി വീണ്ടും തിരിച്ചു കയറിയ പൊട്ടന്മാരാണ്. പിന്നെ അവസാനമായപ്പം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത്, അതിനുശേഷം അനീഷിൻ്റെ ഗെയിം മൊത്തം ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇതൊക്കെ കാരണമാണ് അനുമോൾ ജയിച്ചത്. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എടാ, നമുക്ക് വിധിച്ചതേ കിട്ടുമെടാ. വേറൊരാൾക്ക് കാറും ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അയ്യോ എനിക്കത് വേണേ എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അതേ നമുക്ക് കിട്ടത്തുള്ളൂ, അതേ നമ്മുടെ ലൈഫിൽ നിൽക്കത്തുള്ളൂ. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാറ്, പ്രൈസ് മണി, അതിലും വലുത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി. ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ല, 14 ലക്ഷം ആളുകളുടെ സ്നേഹമാണ്. ഇതൊക്കെയാണ് അനുമോള് അനീഷ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇട്ടേക്കുന്ന സ്റ്റോറീസ്. ഇതൊക്കെ കണ്ടിട്ട് അനീഷ് തിരിച്ച് കുറച്ച് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ല, ആ റോബോട്ടിക് PR-കളും പെയ്ഡ് PR-കളും രക്ഷക്കെത്തട്ടെ. ഇവിടെ ഇപ്പോഴും PR-ൽ പിടിച്ചിരിക്കുകയാണ് അനീഷ്. ആർക്കോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പൊക്കെ ഒലിച്ചിറങ്ങിയാൽ
ഈ മേക്കപ്പ് ഇടുന്ന അനുമോളെ തന്നെയാണ് അമ്മാവൻ പോയിട്ട് പ്രപ്പോസ് ചെയ്തത്. അമ്മാവനത് മറന്നുപോയോ? നിങ്ങൾ ഞാൻ അമ്മാവാന്ന് വിളിക്കുന്നിട്ടൊന്നും വിചാരിക്കരുത്. എനിക്കത് ഇതുപോലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്ക് വരുന്നതാണ്. കാരണം ഈ മറ്റേ പഴയ ഒരു അമ്മാവന്മാരുടെ സ്വഭാവമില്ലേ, കുശുമ്പും കുന്നായ്മയൊക്കെ കൊണ്ട് നടക്കുന്നത്, അതുപോലെയാണ് ഇവിടെ ചില ആൾക്കാരുടെ. എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്രയൊക്കെ വിവരം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്വഭാവം അങ്ങനെയാണ് വരുന്നത്. പിന്നെ എങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റും? ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞടേ, ബിഗ് ബോസും കഴിഞ്ഞ് 4 മാസവും കഴിഞ്ഞ് അടുത്ത ബിഗ് ബോസും തുടങ്ങാറായി. നിങ്ങളൊന്ന് നിർത്തിപ്പോ. ആ വഴക്കൊക്കെ തീരേണ്ട സമയം നേരത്തെ കഴിഞ്ഞു. നിങ്ങളിപ്പോഴും അതിൽ വലിച്ച് കടിച്ചു തൂങ്ങി നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുന്നത് കാണാം. ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കോണ്ടൻറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളല്ലാണ്ട് വേറൊരു മാങ്ങത്തൊലി ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതാദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക. പിന്നെ റീച്ചിൻ്റെയാണ് പ്രശ്നങ്ങൾ. അനീഷ് മാമ പോയിട്ട് വേറെ വല്ല പണിയും നോക്ക്, അങ്ങനെ വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. അല്ലാണ്ട് ചുമ്മാ കിടന്ന് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി അതുവഴി റീച്ച് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം വരത്തില്ല. ഫുള്ള് നെഗറ്റീവായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ശരിയെന്നാ.